ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ലെബനിൽ മരണം 569 ഒരു ജനതയുടെ വംശഹത്യയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗം തലവൻ മുഹമ്മദ് കുബൈസി കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നുണ്ട്. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തിയെന്ന വാർത്തയുണ്ട്. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ വിഷയം ചർച്ചയായി. സുരക്ഷാ സമിതിയും ഇന്ന് ചേരുന്നു ഐക്യരാഷ്ട്രസഭയിൽ എന്ന വാർത്ത വരുമ്പോൾ മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. അമേരിക്കൻ സൈന്യത്തെ അങ്ങോട്ട് അയക്കും, അതുപോലെ അമേരിക്കൻ കപ്പൽപ്പട അങ്ങോട്ട് നീങ്ങുമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. രക്ഷാസമിതി കുറച്ച് കാലമായിട്ട് നിലവിളിക്കുന്നുണ്ട്, പൊതുസഭയും പറയുന്നുണ്ട്. കാര്യം മാത്രം നടക്കുന്നില്ല, മനുഷ്യനെ കൊന്നൊടുക്കുന്നു. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം കുബൈസിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അബു മൂസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തോടൊപ്പം മറ്റ് 2 ഹിസ്ബുള്ള കമാൻഡർമാരും കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രയേൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ചർച്ച ചെയ്യുവാൻ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഒരു അടിയന്തര യോഗം നാളെ വൈകുന്നേരം 6 മണിക്ക് ന്യൂയോർക്ക് സമയം ഐക്യരാഷ്ട്ര സഭയിൽ ചേരും. 1,00,000 പേരെങ്കിലും ലെബനനിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി ഇന്ന് ന്യൂയോർക്കിൽ പറഞ്ഞു. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ US ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ലെബനൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയും ഉണ്ടാകും. അതേസമയം വടക്കൻ ഇറാഖിൽ ഇസ്രയേൽ സൈനിക കേന്ദ്രമായ ദേദോ മിലിറ്ററി ബേസിൽ ഉൾപ്പെടെ പല കേന്ദ്രങ്ങളിലും റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. തെക്കൻ ഹൈഫയിലെ ഇസ്രയേലിന്റെ നാവികസേന കേന്ദ്രവും മറ്റു ചില ഇസ്രയേൽ കേന്ദ്രങ്ങളിലും ശക്തമായ തിരിച്ചടി നൽകിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഇറാന്റെ ആണവ നയത്തിൽ മാറ്റം വരുത്തുവാൻ പാശ്ചാത്യ ശക്തികളുമായിട്ടൊക്കെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേക്കിൻ ഇന്ന് ഐക്യരാഷ്ട്ര സഭയിൽ പറഞ്ഞു. ഇതിനിടയിൽ ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് കൂടിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ അവർ വിലയിരുത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഓരോ ദിവസം കഴിയുന്തോറും യുദ്ധത്തിന്റെ മൂർച്ച കൂട്ടുവാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. കരയുദ്ധത്തിന്റെ സാധ്യതയും ഇസ്രായേൽ ഇപ്പോൾ തള്ളിക്കളയുന്നില്ല. അതേസമയം ഇസ്രായേലിനെതിരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം തടയുന്നതിൽ ഐക്യരാഷ്ട്ര സഭ പരാജയപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ആരോപിച്ചു. തുടർച്ചയായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിപ്പിച്ചിട്ടുണ്ടെന്നും യോവ് ഗാലന്റ് പറയുന്നു. എസ്കെനെ, ലെബനൻ ജനതയ്ക്കോ ലോകത്തിനോ ലെബനൻ മറ്റൊരു ഗസയാകുന്നത് കണ്ടിരിക്കുവാൻ സാധിക്കില്ല എന്നാണ് ഇതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് ഇന്ന് ഐക്യരാഷ്ട്ര സഭയിൽ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗട്രോസ് പറഞ്ഞത്. അതുപോലെ US പ്രസിഡന്റ് പദവി ഒഴിയും മുമ്പ് ജോ ബൈഡന്റെ അവസാന പ്രസംഗമായിരുന്നു ഐക്യരാഷ്ട്ര സഭയിലെ. ആ പ്രസംഗത്തിൽ സമാധാനത്തിന്റെ വഴികൾ തേടണമെന്നാണ് ബൈഡൻ പറഞ്ഞത്. പശ്ചിമേഷ്യയിൽ ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. സംഘർഷം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നയതന്ത്ര വാതിലുകളിലൂടെ പ്രശ്ന പരിഹാരം സാധ്യമാകുമെന്നാണ് ബൈഡൻ പറയുന്നത്. അതേസമയം ഇപ്പോൾ ന്യൂയോർക്കിലുള്ള ലെബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഹബീബ് ബൈഡന്റെ പ്രസംഗത്തെ നിശിതമായി വിമർശിച്ചു. ശക്തമായ ഭാഷയിലല്ല ബൈഡൻ സംസാരിച്ചിരിക്കുന്നത്. ഒരു പ്രോമിസിംഗുമില്ല. പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ലെബനനിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന് ഒരേ ഒരു രാജ്യത്തിന് മാത്രമേ സാധിക്കൂ, അത് അമേരിക്കയാണെന്നാണ് ഹബീബ് പറയുന്നത്. അന്താരാഷ്ട്ര സമാധാനത്തിനായി ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച ഒരു യോഗത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അമേരിക്കയുടെ ദീർഘകാല പങ്കാളിയും അമേരിക്ക ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതും ഇസ്രയേലിനാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്കായിരിക്കും ഇതിൽ ഒരു ഇടപെടൽ നടത്തുവാൻ സാധിക്കുന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. എസ്കെൻ. മധു കൊട്ടാരക്കരയാണ് അമേരിക്കൻ വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും ലെബനനിൽ ഇസ്രയേൽ വ്യാപകമായ കെടുതികൾ അഴിച്ചുവിടുന്നു. മാത്രമല്ല അവരും ഹിസ്ബുള്ളയും മോശക്കാരല്ല, അവരും അവിടെ ശ്രമങ്ങൾ തുടരുന്നു. പക്ഷേ മനുഷ്യർ കൊന്നൊടുക്കപ്പെടുന്ന ഈ യുദ്ധം ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യം മനുഷ്യരാശി ഒന്നടങ്കം ചോദിക്കേണ്ട കാലമായിരിക്കുന്നു.